ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് എം.എൻ. റോയാണ് 1934. സ്വതന്ത്ര ഇന്ത്യക്ക് ബാഹ്യ സ്വാധീനങ്ങളില്ലാതെ ഭരണഘടന തയ്യാറാക്കണമെന്ന് 1938 കോൺഗ്രസിനു വേണ്ടി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. വിവിധ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള 292 അംഗങ്ങളും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 93 അംഗങ്ങളും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളിൽ നിന്ന് 4 അംഗങ്ങൾ ഉൾപ്പെടെ 389 പേരാണ് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഒഴിവായതോടെ അംഗസംഖ്യ 299 ആയി. തിരുവിതാംകൂറിൽ നിന്ന് 6, കൊച്ചിയിൽ നിന്ന് 1, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധാനം ചെയ്ത് 9 പേരും ഉൾപ്പെടെ 17 പേരാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത് ഡോക്ടർ ജോൺ മത്തായിയും പങ്കെടുത്തു. ആനിമസ് സ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നും, അമ്മു സ്വാമിനാഥൻ മദ്രാസ് പ്രവിശ്യയ്ക്കു വേണ്ടിയും, ദാക്ഷായണി വേലായുധൻ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും എന്നിവരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ, അതായത് ഇപ്പോൾ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാൾ, 1946 ഡിസംബർ 9 നടന്നത്. ഈ യോഗത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത് ആചാര്യ കൃപലാനിയാണ്. ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയായിരുന്നു നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി. 1946 ഡിസംബർ 13 സഭയിൽ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം സഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. 1946 ഡിസംബർ 23 വരെയായിരുന്നു ആദ്യ സമ്മേളനം. 1947 ഓഗസ്റ്റ് 29 ഭരണഘടന കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. 60 രാജ്യങ്ങളുടെ ഭരണഘടനകൾ സമിതി പഠനവിധേയമാക്കി. 10ലേറെ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ആശയം സ്വീകരിച്ചു. ബി.എൻ. റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേശകൻ. 114 ദിവസം കരട് ഭരണഘടന ചർച്ചകൾക്ക് വിധേയമായി. 1949 നവംബർ 26 ഇതിന് അംഗീകാരമായി. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും മാന്യമായ ജീവിതം സാധ്യമാക്കുകയും ചെയ്യുകയെന്നതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. തുല്യനീതിയും സമത്വവും ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഭരണഘടനയുടെ പിൻബലത്തിലാണ്. ലോകരാജ്യങ്ങളിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ കാഴ്ചപ്പാടിൽ രാജ്യത്തെ നയിക്കുന്നതിനും ഭരിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണ് ഭരണഘടനയിലുള്ളത്. ഭരണഘടനയും പ്രത്യേകതകളും 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കുമ്പോൾ ആമുഖവും 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ ശില്പിയായ ബി.ആർ. അംബേദ്കർ 32ാം വകുപ്പിനെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചു. 1967 ഗോലക്നാഥ് കേസിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ പരമപവിത്രമെന്നാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. 1960 ബേറുബരി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഈ വിധി തിരുത്തി ആമുഖത്തെ ഭരണഘടനയുടെ ഭാഗമായി സുപ്രീം കോടതി അംഗീകരിച്ചു. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ
ഭരണഘടനയുടെ കയ്യെഴുത്തുരൂപം ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് ഭംഗിയാക്കിയത്. ശാന്തിനികേതനിലെ കലാവിദ്യാർത്ഥികളും ഈ ചരിത്ര ദൗത്യത്തിൽ ഭാഗമായി. ഭാരത് രത്ന, പത്മശ്രീ എന്നീ ബഹുമതികളുടെ കീർത്തിമുദ്രകൾ വരച്ചതും നന്ദലാൽ ബോസ് ആണ്. നിയമനിർമ്മാണ സഭ ഇന്ത്യയ്ക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമായ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യയുടെ പൂർണ്ണ അധികാരം നിയമനിർമ്മാണ സഭ ഏറ്റെടുത്തു. 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായി ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നു. നിയമനിർമ്മാണ സഭയെന്ന നിലയ്ക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി അസംബ്ലി ചേംബറിൽ സമ്മേളിച്ചത് 1947 നവംബർ 17 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്പീക്കറായി GV മാവലങ്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1947 നവംബർ 26 ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. 1951-1952 ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് നിലവിൽ വരുന്നതുവരെ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക പാർലമെന്റായി നിലകൊണ്ടു. 1950 ജനുവരി 24 ഭരണഘടനയിൽ സഭാംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയിലെ കയ്യക്ഷരം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പ് ഇറ്റാലിക് ശൈലിയിലുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. പ്രേം ബിഹാരി നരൈൻ റൈസാദയുടേതാണ് കയ്യക്ഷരം. കാലിഗ്രഫിയിൽ ഉപയോഗിക്കുന്ന 303 നമ്പർ നിബ്ബ് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയത്. എഴുത്തുജോലികൾക്കായി അദ്ദേഹം പ്രതിഫലം കൈപ്പറ്റിയില്ല. പട്ടികകൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളുണ്ട്. ഇവ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. ഓരോ പട്ടികയിലെയും പ്രതിപാദ്യങ്ങൾ ഇനി പറയുന്നു. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രണ്ടാം പട്ടികയിൽ ഉള്ളത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെ സംബന്ധിച്ച വ്യവസ്ഥകൾ.